ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇന്ന് ഉമ്മാൻ്റെ കയ്യിലൊരു കുട്ടിയുണ്ട്. അങ്ങനെ ഏത് കുട്ടിയെ ബ്ലറായിട്ടാണ് ആ കുട്ടി ഇരിക്കുന്നത്. എന്തായാലും അലേഹയല്ല. പിന്നെ ഏതാണ് ആ കുട്ടി? അപ്പോൾ ആ കുട്ടിയെ കാണിച്ചുതരാം. ഇതാണ് ആ കുട്ടി. ഇതേതാ കുട്ടി? ഈ കുട്ടീനെ ഇവിടെ നല്ല പരിചയം ഉണ്ടല്ലോ കണ്ടിട്ട്. ആരാന്ന് ചോദിച്ചത് കേട്ടില്ലേ? ആരാന്ന്? എന്തീ കുട്ടി തൊണ്ടൊക്കെ ഇങ്ങനെ പിടിച്ചിക്കണേ? ചിരിക്കി കുട്ടി, ചിരിക്കി. ഇവളും നിങ്ങളെ ഒക്കത്താ? അപ്പൊ അങ്ങനെ ഇന്ന് ഉമ്മാന്റെ കൂടെ അടുക്കളയിലുള്ളത് അലാനയാണ്. ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ കിട്ടി. ഓലിവിടെ നാട്ടിലെത്തി. ഓലെത്തി കേരളത്തില് ഓല് പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവർ ഇന്നലെ വൈകുന്നേരത്തെ ട്രെയിനിലാണ് വന്നത്. വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ ഓല് പെരും മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓൾറെഡി ഓല് എടുത്തിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഗായ്സ്, ഇവരിവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത് മക്കളെ? എന്തിനാണ് ഉമ്മാനെ വെച്ചത്? എന്തിനാ ഇവർ എത്തിയിട്ടുള്ളത്? എന്തിനാ എത്തിയിട്ടുള്ളത്? ഇജ്ജ് മുട്ടുകുത്തൽ തുടങ്ങിയോ? മുട്ടുകുത്താൻ തുടങ്ങിയോ? വയസ്സായപ്പോഴും ഒക്കെ ലേറ്റ് ആണല്ലോ. അങ്ങനെ ഗായ്സ്, ഇന്ന് വേറെ രണ്ടാളും കൂടി വരുന്നുണ്ട്. ആരാ വരുന്നേ? മാപ്പിള രണ്ട് കുട്ടികൾ വരി പറയും. അപ്പൊ അവരിന്ന് വരും. അപ്പൊ എല്ലാരും വരാനുള്ള കാരണം എന്താ? കാരണം 2 കൊല്ലം ശരിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് മാസം നോക്കുമ്പോ വരുന്നേ ഉള്ളൂ. മുഹറം മാസം നോക്കുമ്പോ, അറബി മാസം നോക്കുമ്പോ കഴിഞ്ഞിക്കണ്. അപ്പൊ എല്ലാരും ഒരുമിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഒക്കെ ഓരോ ദൂരത്തും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. രണ്ടാൾക്ക് കൂടാൻ പറ്റിയില്ല. കുട്ടികൾക്ക് സ്കൂള്. ഇപ്പൊ പ്രാവശ്യം എല്ലാ മക്കളും ഒരു വലിയ പരിപാടി കാര്യങ്ങളും ഒന്നുമില്ല. നമ്മള് മക്കളും കുട്ടികളും കുട്ടികളൊക്കെ തന്നെ ഉള്ളൂ. വേറെ അങ്ങനെ കൂടുതൽ ആരുമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് ശനിയാഴ്ചയാണ്. അതന്നെ ശനിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? നാളെ. ഓക്കെ, നാളെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് രാത്രി അവരെത്തും അല്ലേ? അപ്പൊ എന്തായാലും കുറെ പേര് ചോദിച്ചിരുന്നു എന്താ നടത്തുന്നില്ലേ, എന്താ മറന്നുകൂടോന്നൊക്കെ ചോദിച്ചിരുന്നു. നമ്മൾ മറന്നിട്ടൊന്നുമില്ല. നമ്മളെന്തായാലും നടത്തുന്ന വെച്ചിട്ട് പിന്നെ ആരെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുണ്ടോ? അവിടെ പോയാലേ നിങ്ങൾക്ക് ഓർമ്മ വരാം. വരുന്നില്ല. വന്നിട്ടില്ല. അതിന്റെ വരാത്ത ആ വരേക്ക് മുടി വെട്ടി വന്നിക്കുക അപ്പ. എന്നിട്ട് ഞാൻ കുളത്തേക്ക് തിരുമ്പാൻ പോയിക്കുക. ഇത് കുപ്പായം ഇങ്ങനെ കൈ പിടിച്ചിട്ട് വരിക. തിരുമ്പ് പറഞ്ഞിട്ട് ഇതൊക്കെ സ്വപ്നം കാണുന്നതാ? സ്വപ്നം കണ്ടിട്ട്. ഓക്കെ, അമ്മ അതൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. ഇജാസ് നീച്ചിട്ടില്ലേ? ഇന്നലെ രാത്രി 12 മണിക്ക് പന്തലിയാണ് പോയതാണ്. രാവിലെയാണ് പോരുന്നത്. നമ്മള് താഴെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ നേരത്തെ ഞാൻ ജിമ്മിനൊക്കെ പോയിട്ട് ഇപ്പോൾ വന്ന് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കാനുള്ള വീഡിയോ എടുത്തു. വണ്ടി കഴുകണം എന്ന് വിചാരിച്ചപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ എന്തായാലും മഴ കഴിഞ്ഞോട്ടെ, എന്നിട്ട് വണ്ടി കഴുകാമെന്ന് വിചാരിച്ച് ഡെയിലി വണ്ടി കഴുകലുണ്ട് അല്ലേ? അങ്ങനെ ചക്കര എത്തിയിട്ടുണ്ട്. ചക്കരക്ക് കഴിഞ്ഞ കൊല്ലം വാപ്പാൻ്റെ ആണ്ടിന് കൂടാൻ പറ്റിയിട്ടില്ല. അതെന്താ ഈ കഴിഞ്ഞ കൊല്ലം കൂടാൻ? മഞ്ഞ കൂടുതലായിട്ട് ഇവര് ഹോസ്പിറ്റലായിരുന്നു. മറ്റവരും കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്രാവശ്യം എല്ലാവരും കൂടുന്നുണ്ട് അല്ലേ? ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടോ 4 പുറത്തെ ആൾക്കാരെ വിളിച്ചിട്ടോ ഒന്നും പരിപാടിയില്ല. മക്കളും കുട്ടികളും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മക്കളും കുട്ടികളും മാത്രം മതി ശരിക്ക്. ബാക്കിയുള്ളതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നടത്തണമെങ്കിൽ നടത്താന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മക്കളും കുട്ടികളാണ് യഥാർത്ഥത്തിൽ വേണ്ടി. ആർക്കും പഠിച്ചോനോ? അങ്ങനെ. ഓക്കെ, അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ പൊട്ടിക്കല് കഴിഞ്ഞില്ലേ? എന്തായിരുന്നു ഗിഫ്റ്റില് ഏറ്റവും കൂടുതൽ സാധനം ഉണ്ടായിരുന്നത്? ആരുടെ? നിങ്ങളുടെ മൂല്യം? ഗിഫ്റ്റ് തന്നത് മൂല്യം നോക്കലല്ല, അത് കൊടുക്ക. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് കൊടുത്തതാണ്. പിന്നെ ആരുടെ?
അതെ ഗ്യാസിന്റെ സ്ഥലം അതെന്തായിരുന്നു ഗിഫ്റ്റ്? അടിപൊളിയാണ്. ട്രെയിനോ? വീഡിയോ ഞാൻ ഇവരും വീഡിയോ കാണില്ല, ഇന്ത്യയും കാണില്ല. ഉമ്മ ഇരുന്ന് കാണലുണ്ട്. ആ അത് എല്ലാ സ്റ്റേഷനിലും നിർത്തുന്ന കണ്ണൂര് കണ്ണൂര് ഒക്കെ പറയോ? എന്നാ അതിനകത്ത് കേറിയാൽ മതി. അതൊന്നും പോരാ. ഞാൻ ഫോണിൽ ശരിക്കും കണ്ടില്ല, ഞാൻ ടിവിയിലിട്ട് കണ്ടപ്പോ അടിപൊളിയായിട്ടുണ്ട്. എന്ത് ട്രെയിനോ? വീഡിയോ വീഡിയോ ഒരു സ്റ്റോപ്പ് എത്തുമ്പോ നിർത്തും. ഒരു ഷൊർണൂര് സ്റ്റേഷനിൽ കയറി. അങ്ങനെ ഓരോ കറക്റ്റ് ആയിട്ട് കിട്ടിയവർക്ക് തന്നെ അതിശയത്തറ ഇങ്ങനെയൊക്കെ കണ്ടിട്ടില്ല. ഇവിടെ വന്ന് പൊളിച്ചിട്ട് ഇട്ടപ്പോഴാണ് ഓളന്നെ കാണുന്നത്. വീഡിയോ എന്തായാലും ഗിഫ്റ്റ് മറ്റേ നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് എന്താ ഇരിക്കണതോ? ഇങ്ങനെ കേറി കേറി അത് വേറെ രസമുണ്ട്. അത് അന്ന് പൊട്ടിക്കാണെന്നുണ്ടെങ്കിൽ എന്റെ മകൾക്ക് ഇരിക്കാൻ പറ്റില്ല. അലേഹ അതിന്റെ മരാണ്. അത് എന്താ ഞാൻ അങ്ങനത്തെ ഒന്നും അലേഹക്ക് നമ്മളിപ്പോ എവിടുന്ന കണ്ടെന്നറിയോ? ഇന്നലെ സ്വർണ്ണക്കടയിൽ പോയില്ലേ, പരസ്യത്തിന് അവിടെ കണ്ടു ഞാനത് കുട്ടികളെ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്താ വെച്ചാൽ ഒരു വയസ്സ് കഴിഞ്ഞ് നടക്കൽ തുടങ്ങുമ്പോഴേ അത് പറ്റുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ച ഇതാ ഇങ്ങനത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ വണ്ടി ഇതൊക്കെ ഓലോടെ ഓൾറെഡി ഉള്ള സ്ഥിതിക്കാണ് അതൊന്നും വാങ്ങാൻ. ഞങ്ങൾ കുറെ തിരഞ്ഞ് നടന്നു ഓരോ സാധനങ്ങള്. പിന്നെ സ്കൂട്ടർ നോക്കി, അതൊന്നും തുണക്കാരന്മാര് കൊണ്ടുവരും ഒരു വണ്ടി, അങ്ങനത്തെ നോക്കിപ്പോ അതിന് 2 വയസ്സ് 3 വയസ്സ് കഴിയണം. അത് നമ്മുടെ കൺട്രോളിലല്ല പോകും. ഓക്കെ. അല്ല അന്റെ ഉപ്പാനും ഉമ്മാനൊക്കെ ക്ഷണിച്ചിരുന്നല്ലോ. ഓലിക്ക് വെയ്യത്ര, ഓലിക്ക് തന്നെ അമ്മാക്ക് വെയ്യത്ര ദൂരെ ഇരിക്കാനും ഇതാക്കാനും. അല്ല എന്നിട്ട് എന്താണ് മകള് വന്നിട്ട് ഫുഡ് എന്താ ഉണ്ടാക്കിയിട്ടുള്ളേ? നൂൽപുട്ടും മുട്ടക്കറി. അതാ നൂൽപുട്ടും മുട്ടക്കറി. ചിക്കൻ വാങ്ങിയതല്ലേ? ചിക്കൻ അതാ അടുപ്പത്ത് തിളക്കുന്നു. പിന്നെ 2 നായി കത്തിണ്ട്. 2 നായി കത്തി. ഏത് ഇത് ബസുമതി റൈസാ? കഴിഞ്ഞോ? നിങ്ങളെങ്കിലും തിന്നുണ്ടല്ലോ. ഇതിലെന്താ ചിക്കൻ കറിയോ? ചിക്കൻ കറി. അപ്പം ഇന്ന് ബിരിയാണിയും ചിക്കൻ കറിയാണ് ഉമ്മ സ്പെഷ്യൽ ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നാളെ നമുക്ക് എന്താ ബീഫ് ബിരിയാണിയാണ് കഴിച്ചത് അല്ലേ? അത് നമ്മൾ ഉണ്ടാക്കുകയല്ല, വാങ്ങുകയാണ്. അപ്പം നാളെ ഉച്ചക്കാണ്. ഏകദേശം 2 വർഷമായില്ലേ? എത്ര പെട്ടെന്നാണ് കഴിച്ച് കുടിയിരിക്കലും മരണവും പ്രസവവും ഒക്കെ നടന്നു പോണേ. ചില സാധനങ്ങൾ നമ്മൾ സമ്പാദിക്കുന്നു, ചില സാധനങ്ങൾ ചില ആളുകൾ നമ്മൾ വിട്ടുപോകുന്നു, ചില പുതിയ ജന്മങ്ങൾ ഭൂമിയിലോട്ട് പിറക്കുന്നു, അവറ്റകൾ തൊയിരം കെടുത്തുന്നു, ഉറക്കങ്ങൾ നഷ്ടമാകുന്നു. ഇവൾക്ക് പനിയൊന്നുമില്ലല്ലോ. ആൾക്കൊരു കിട്ടലോ. അലേഹക്കും അലനും സിനുവിനൊക്കെ നല്ല പനിയാണ്. പനി എന്ന് പറഞ്ഞാലും പോലെ സിനുവിന്റെ തൊള്ളയിലൊക്കെ ഫുള്ള് പുണ്ണാണ്. ഓക്കെ. അപ്പൊ ഗായ്സ് ഇനി എന്താണ് വിശേഷം? ഇനി എന്താണ് എന്തെങ്കിലും ഉണ്ടോ സാധനങ്ങൾ വാങ്ങാല്ലേ? എന്തൊക്കെയാ വാങ്ങാനുള്ളത്? ഇനി ഉമ്മാന്റെ ഒരു ഓരി ഉണ്ടാവും. എന്തൊക്കെയാണ് അത്? അല്ല നിങ്ങൾ എന്തൊക്കെ വാങ്ങാനുള്ള ഒരു സംഭവം അല്ലേ? അതെന്താ? പഞ്ചസാര വേണം. ഒരു സാധനമല്ല, അതൊക്കെ വാങ്ങാനുള്ളതാണ്. ഈ വാങ്ങണതൊക്കെ എവിടെ പോകുന്നത് ഞാൻ ആലോചിക്കണേ. ഒരു സാധനമല്ല എല്ലാ ജിമ്മിനും പോയി വരുമ്പോ ഞാൻ വാങ്ങിക്കൊണ്ടല്ലുണ്ട് സാധനങ്ങള്. വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഉണ്ട്. കുറച്ചുണ്ട്. പിന്നെ എന്തായാലും വേറെ സാധനങ്ങളാ വേണ്ടി? ട്രെയിനാണോ കാറാണോ നല്ലത് തോന്നുന്നത്? അറിയില്ല. എന്താ വർക്കലേ പോവാ? ഈ ശരിക്കും എന്തൊക്കെ ചെയ്യണ്ടെന്ന് അറിയോ? ഒറ്റക്ക് ട്രെയിന് കയറി പഠിക്കുക. അപ്പൊ സൗഫി വരുന്നുണ്ടോ? സൗഫി ഒറ്റക്ക് കയറി ആ ബാഗും പൊക്കണമൊക്കെ എടുത്തിട്ട് ഓളിപ്പോ വരും. 4 വർഷം. എത്ര വർഷമായി ഓളെ കല്യാണം കഴിഞ്ഞിട്ട്? 5 വയസ്സാ? 10 കൊല്ലം എക്സ്പീരിയൻസ് ആകുമ്പോഴൊക്കെ നമുക്ക് ഒറ്റക്ക് വരാം കേട്ടോ. രാവിലെ കയറിയാ വൈകുന്നേരത്തോടെ എത്തും. എന്ത് എന്നിട്ട് പിന്നെ നിങ്ങൾ അന്ന് പറഞ്ഞു എന്റെ ഒപ്പം പോന്നാ മതിയായിരുന്നു തോന്നി. ഞാൻ 3:30 എത്തിയപ്പോ പറയാണ് എന്റെ ഒപ്പം പോന്നാ മതിയായിരുന്നു. ഞാൻ 3:30 എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇറങ്ങിയിട്ടില്ല. കാരണം സിനുവിന് പനി, കുട്ടിക്ക് പനി വരുന്ന പോലെ ഇവര് എവിടെയെങ്കിലും ഇറങ്ങിയാലല്ലേ നേരെ പോയിക്കോളൂ. ആകെ ഇറങ്ങിയ സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഞ്ഞിയും വയറും പിടിക്കാൻ മാത്രം, വേറെ എവിടെ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഓലൊക്കെ ബാക്കിൽ 2 ആള് ചുണ്ടാണ്ട് കൂടി, ഞാൻ ഒറ്റക്ക് ഡ്രൈവർ സീറ്റില്.
അങ്ങനെ നമ്മള് കൊല്ലത്തുനിന്ന് ഞാൻ അങ്ങോട്ട് ഒരു പെട പറിച്ചു ഗൈസ്. എന്തായാലും അതൊരു അതിശയം തന്നെ. എന്ത് 3:30 എത്തിയതോ? 8 മണിക്ക് ഇറങ്ങിയിട്ട് 3:30 എത്തിയതേ. ഇജാസ് പറഞ്ഞ 10 മണിക്ക് എത്തുന്നാണ്. ഞാൻ എന്നിട്ട് ഈ വിളിക്കുമ്പോ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടിട്ട് നിൽക്കാതെ ചെങ്ങായിനെ സമ്മതിച്ചു. ഞാന് എങ്ങനെ അത് ഈ സമയത്ത് അവിടെ എത്തിന്ന് പറഞ്ഞു. ഞങ്ങള് കറക്റ്റ് 3:45 ഇവിടെ വീട്ടിലെത്തിക്കണേ. 3:45 4:45 1 മണിക്കൂർ ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങള് 1 മണിക്കൂർ ഹോസ്പിറ്റലിൽ നിന്നു. ഗ്ലൂക്കോസ് കയറ്റാനും സൂചി കയറ്റാനും ഇഞ്ചക്ഷൻ കയറ്റാനും ഒക്കെ ആയിട്ട് 1 മണിക്കൂർ ഹോസ്പിറ്റലിൽ നിന്നു. അപ്പൊ എന്തായാലും ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഇന്ന് ജുമാ മുബാറക്ക്. ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരും പെരയിൽ ഒരുമിക്കാൻ വേണ്ടി പോവാണ്. സോഫിയും കുട്ടികളും മാപ്പിളൊക്കെ ഇന്ന് വൈകുന്നേരത്ത്, അതായത് എത്ര മണിക്ക് നമുക്ക് കയറാം? 6 മണിക്ക് അവിടുന്ന് കയറും. അപ്പോൾ ഏകദേശം ഇവിടെ ഒരു 11 മണി, 6, 9, 7, 8, 9, 10, 11 11 മണിക്കൂർ ഒറ്റപ്പാലത്ത് ഇറങ്ങും. ഒറ്റപ്പാലത്തെ ഷൊർണൂരാ? ഒറ്റപ്പാലം ഇറങ്ങും. ഇവർ ഇന്നലെ ഉച്ചക്ക് 1 മണിക്ക് കയറിയിട്ട് 1, 2, 3, 4, 5, 6, 7 7 മണിക്കാണ് ടൗണിൽ അവിടെ ഒറ്റപ്പാലത്ത് ഇറങ്ങിയത്. മറ്റോർക്ക് 5 മണിക്കൂറും ഇവർക്ക് 7 മണിക്കൂറാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ലോങ്ങിൽ നിന്ന് ഇങ്ങനെ എത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അങ്ങനെ ചക്കരയും കുട്ടികളും മാപ്പിളൊക്കെ എത്തിയിട്ടുണ്ട്. നിജാസ് ഇന്നലെ ഞാനും പോയതുകൊണ്ട് പന്തളി കാണാൻ പോയിട്ട് ഇപ്പോൾ ലോകകപ്പ് നടക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഇന്നലെ തുടങ്ങിയിട്ടില്ല. രാത്രി 2 കളി, 12 മണിക്കും പിന്നെ പുലർച്ചെ 4 മണിക്കും. ഈ 2 കളിയും കണ്ട് എന്താണ് ഇപ്പോൾ പോയി കടന്നുറങ്ങിയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മളവിടെ ഇന്നലെ കറണ്ടും ഉണ്ടായിരുന്നില്ല ഗൈസ്. ഇന്നലെ ആകെ നമ്മൾ പെട്ടു. ഇന്നലെ 12 മണിക്കാണ് കറണ്ട് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അപ്പം എന്തായാലും ബൈ.